നമ്മൾ പിണങ്ങാനും ഇണങ്ങാനും ചില കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ വളരെ ചെറുപ്പമായ 10-24 വയസ്സ് മാത്രമുള്ള ആ 24 വയസ്സിനിടയ്ക്ക് കുറേ നല്ല പടങ്ങളിൽ അഭിനയിച്ച് പേരെടുത്തൊരു യുവ നടിയെ ഇത്ര പെട്ടെന്ന് വാനിഷ് ചെയ്യുന്ന തരത്തിൽ ഒരു സംവിധായകൻ ദിബു കരുണാകരൻ എടുത്ത സിനിമകൾ കുഴപ്പമില്ലാത്ത സിനിമ തന്നെയാണ്, സിനിമ എടുക്കാൻ അറിയാം. അങ്ങനെയുള്ള ദിബു കരുണാകരൻ ഈ അനുശരാജിനെ ഇല്ലാതാക്കാൻ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ സത്യാവസ്ഥ നമുക്കറിഞ്ഞിരിക്കണം. ഇനി അനുശരാജൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്താണെന്ന് ദിബു കരുണാകരൻ പറയണം. ഇതിന് സാക്ഷികൾ ഉണ്ടായിരിക്കും. ഇതൊരു രഹസ്യമുറിയിൽ ഇതിന് രണ്ടുപേരും മാത്രം സംസാരിച്ച കാര്യമാണോ? നീ തെറ്റിദ്ധരിക്കരുത് പറയുമ്പോൾ, ഒരു മുറിയിൽ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് പലരും തെറ്റിദ്ധരിക്കാം. തെറ്റിദ്ധാരണയല്ല, ഇതൊക്കെ സംസാരിക്കുമ്പോൾ സെറ്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം പറയും. യൂണിറ്റിൽ എല്ലാവരും അറിയും. കാരണം ഞാൻ ഈ രംഗത്ത് കുറേ വർഷം പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് ന്യൂസ് വാർത്തകൾ മേടിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് പോലും വാർത്തകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വാർത്തകളൊന്നും ഒരു രഹസ്യമല്ല എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു അന്വേഷണം വേണ്ടേ? അന്വേഷണം വേണം. തീർച്ചയായിട്ടും ദിബു കരുണാകരൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളതെങ്കിൽ അതൊരു നടപടി വേണ്ടേ? നടപടി വേണം. അല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങളുണ്ടായിരിക്കും. അല്ല, എല്ലുമൂപ്പുള്ള ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറയുമോ? പറയില്ല. അത് എല്ലുമൂപ്പ് കുറഞ്ഞു നിർത്തൽ, മോശം നിർത്തലല്ല ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പുതിയതായി വരുന്ന നായക നടിമാരെക്കുറിച്ച് എന്തിൻ്റെ പേരിലായാലും ശരി ഇത്രയും ഹരാസ് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.